ഹലോ ഫ്രണ്ട്സ്, ആൽഫ ഓട്ടോമോട്ടീവ് റീ രജിസ്ട്രേഷൻ കാർ ഡീലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോസിലേക്ക് പറയേണ്ടത് എന്നെ പരിചയപ്പെടുത്തിയില്ലാന്ന്. എൻ്റെ പേര് സിലിം വർഗീസ് എന്നാണ്. ഈ ഒരു മാസം ഒരു 5ഓളം വണ്ടി നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടി സ്റ്റോക്ക് ഇപ്പോൾ വന്നതാണ്. ഇതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ഫിനിഷിംഗ് കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ്. 2015 വണ്ടിയാണ്. മെറ്റാലിക് സിൽവർ കളറാണ് ഈ ഒരു വണ്ടി വരുന്നത്. അപ്പോൾ നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടിയിൽ നമ്മൾ LCD സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സൗണ്ട് സിസ്റ്റം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ റിവേഴ്സ് ക്യാമറ ഇതിൽ ഫിറ്റ് ചെയ്ത് നൈറ്റ് വിഷനുള്ള റിവേഴ്സ് ക്യാമറയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. വണ്ടി വാങ്ങുമ്പോൾ ഒരു സീറ്റ് കവറാണ് ഈ ഒരു വണ്ടിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് കവറാണ്. നല്ല കംഫർട്ടിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റ് കവറാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് സീറ്റ് കവർ. നമ്മൾ ബോംബെയിൽ നിന്ന് വണ്ടി എടുത്ത് നമ്മൾ സീറ്റ് കവർ പുതിയ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വണ്ടി നമ്മൾ ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു വണ്ടി അത്രയ്ക്ക് നീറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ സീറ്റ് കവർ നമ്മൾ ചേഞ്ച് ചെയ്യാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വണ്ടി എത്രത്തോളം ബോംബെയിൽ അത്ര നീറ്റായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു വണ്ടിയായിരുന്നു എന്നുള്ളത്. പിന്നെ ഇതിന്റെ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്തേക്കാനാണ്. നമ്മൾ ബ്ലാക്ക് കളറിലുള്ള ഡോർ പാഡാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് ചെയ്തിരിക്കുന്നത്. റൂഫായാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂഫും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് കാണുമ്പോൾ തന്നെ ഇന്റീരിയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം വണ്ടി എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ബോംബെയിൽ ഈ ഒരു വണ്ടി യൂസ് ചെയ്തിരുന്നുള്ളത്. $2015 മെറ്റാലിക് സിൽവർ ഇന്നോവ G4 വണ്ടിയാണ്. ഈ ഒരു വണ്ടിയിൽ നമ്മൾ ക്രോം വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പാർഷ്യൽ ആയിട്ടുള്ള ക്രോം വർക്ക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. ഗ്രില്ലിൽ നമ്മൾ മാറ്റ് ഫിനിഷിംഗ് സിൽവർ കളറാണ് നമ്മൾ കോട്ടിങ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള ക്രോം വർക്ക് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഹാൻഡിൽ ക്രോം, അതുപോലെ തന്നെ നമ്മൾ ഡോറിന്റെ സൈഡിലുള്ള ക്രോം വർക്ക്, മിറർ ക്രോം. അപ്പോൾ ബാക്കിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്പോയിലർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്കേറ്റിംഗ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സ്കേറ്റിംഗ് ഈ ഒരു ഭാഗം ബ്ലാക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡ് ഇപ്പോൾ നമ്മൾ ഒരു URH ക്രോം നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് താഴെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈലൻസിൽ ജസ്റ്റ് ഒരു കവർ കൂടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു ബാക്കിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി സ്പോട്ടി ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്ന 4 പുതിയ ടയേഴ്സാണ്. ഏകദേശം ഒരു 1500 കിലോമീറ്റർ മാത്രമേ ഈ ഒരു 4 ടയേഴ്സ് ഓടിയിട്ടുള്ളൂ. എഞ്ചിൻ റൂം നല്ല വൃത്തിയുള്ളൊരു എഞ്ചിൻ റൂമാണ് ഈ ഒരു വണ്ടിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി ഓടിയിരിക്കുന്ന കിലോമീറ്റർ 1,72,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത്. പ്രീവിയസ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് ഈ വണ്ടിക്ക് അവൈലബിൾ ആണ്. ഈ ഒരു വണ്ടിയുടെ പ്രൈസ് റേഞ്ച് എന്ന് പറഞ്ഞാൽ 9.5 ലക്ഷം രൂപയാണ് ഈ ഒരു വണ്ടിക്ക് നമ്മൾ പറയുന്ന റേറ്റ്. നെഗോഷ്യബിൾ റേറ്റ് ആണ്. നമ്മുടെ ഈ ഒരു വണ്ടിക്ക് 80% നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. പക്ഷേ കസ്റ്റമറിന്റെ ട്രാക്കും കസ്റ്റമറുടെ പ്രൊഫൈലും ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലോൺ എമൗണ്ട്. നമുക്ക് മാക്സിമം എന്തായാലും ഒരു 80% നമുക്ക് കസ്റ്റമർ ലോൺ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് അപ്ഡേഷൻ എപ്പോഴും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിലാണ് വരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നമ്മുടെ ഫോളോ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ ഫസ്റ്റ് ഫോളോ ചെയ്യുക. കാരണം നമ്മുടെ ഒരു വണ്ടി ഫിനിഷിംഗ് വർക്ക് കഴിഞ്ഞ് ഇറങ്ങി നമ്മുടെ ഷോറൂമിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം അതിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും ഫോളോ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ കിടിലൻ വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരായിരിക്കും. ബൈ.